യുടെ ഭാഗമായിട്ട് ആദ്യത്തെ മത്സരമാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. മത്സരിക്കുന്ന എല്ലാ സീറ്റുകളും ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും അവസാന കണക്കെടുപ്പ് എങ്ങനെയാണ്? ഇതിലിപ്പോൾ എറണാകുളം ജില്ലയിലെ 6 സീറ്റുകൾ ഞങ്ങൾ വിജയിച്ചിരിക്കും. എറണാകുളം ജില്ലയിലെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റ് ജില്ലകളിലെ കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തി വരുന്നേ ഉള്ളൂ. എറണാകുളം ജില്ലയിലെ 6 സീറ്റാണ് NDA വിജയിക്കാൻ പോകുന്നത്. അല്ല, അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുന്നത്തുനാട് എന്ന് പറയുന്നത് 2020 കോട്ടയാണത്. അപ്പോൾ എല്ലാ ആളുകളും ആ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ പറ്റിയ ഒരു അബദ്ധം പറ്റരുത് എന്നുള്ള വാശിയോടുകൂടി എല്ലാ ആളുകളും ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബൂത്തുകളിലൊക്കെ വലിയ വലിയ ക്യൂ കാണുന്നതും നല്ല പെർസെൻറ്റേജ് വരുന്നതും. അല്ല, BJP എന്നുള്ളതല്ല, NDA ആയിട്ടുള്ള സഹകരണമാണത്. നമ്മളൊരു NDAയുടെ മുന്നണിയാവുമ്പോൾ ഇതുവരെ ഒരു പ്രാദേശിക പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു. അതിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ഇത്തവണ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ മുന്നേറ്റമായിരിക്കും. 2020 NDA പ്രവേശനം അത് കേരളത്തിലെമ്പാടും NDAക്ക് പ്രയോജനം ചെയ്യും. വലിയ രീതിയിൽ വിജയമെന്നതിനേക്കാൾ അതിൽ കൂടുതൽ ഒരുപാട്, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. UDFന് ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നഷ്ടപ്പെട്ടെങ്കിൽ അത് അവരുടെ പിടിപ്പുകേടാണ്. കാരണം അപ്പോൾ ആ പാർട്ടിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങളെപ്പോലെയുള്ള ഒരു പ്രാദേശിക പാർട്ടി വരുമ്പോഴത്തേക്ക് UDF തകർന്നടിയും അല്ലെങ്കിൽ അവരുടെ വോട്ടുകളൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നുള്ളതാണത്. കാരണം എന്തുകൊണ്ട് ആളുകളപ്പോൾ മാറാൻ കൊതിച്ചിരിക്കുന്ന മാതിരിയാണത്. അല്ലെങ്കിൽ എങ്ങനെയാണ് UDFന് നഷ്ടപ്പെടുന്നത്? UDFന് അവരുടേതായിട്ടുള്ള അവരുടെ അണികൾക്ക് അവരിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ മാറില്ല, ആര് വന്നു കഴിഞ്ഞാലും. അപ്പം ഞങ്ങൾ വരുമ്പോൾ UDF തകർന്നടിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ഗതികേട് കൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ചരിത്രമാണ് പുറത്തു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് UDF LDF എന്നൊന്നുമില്ല. ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഗതികേട് കൊണ്ട് LDFന് അല്ലെങ്കിൽ UDFന് അല്ലെങ്കിൽ LDFന് ഇങ്ങനെ മാറി മാറി വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹമായിരുന്നു കേരളത്തിൽ. ഇന്ന് അതിനൊരു മാറ്റം വന്ന് അവർക്ക് വേറൊരു ഓപ്ഷൻ വന്നിരിക്കുന്നു. NDA 2020 അടക്കം ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അവർ ഉപയോഗിക്കും. ഈ തവണ NDA അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.